പിണറായി വിജയൻ ഉളുപ്പുണ്ടെങ്കിൽ പ്രതിപക്ഷ നേതാവ് സ്ഥാനം ഒഴിയണം. ഷോൺ ജോർജ്. പിണറായി വിജയനും മകൾ വീണ വിജയനുമെതിരെ ഗുരുതര സാമ്പത്തിക ക്രമക്കേട് ആരോപണങ്ങളുമായി BJP നേതാവ് ഷോൺ ജോർജ്. ഹവാല പണമിടപാട് വരെ പുറത്തുവന്ന സാഹചര്യത്തിൽ ഉളുപ്പുണ്ടെങ്കിൽ പിണറായി വിജയൻ പ്രതിപക്ഷ നേതൃസ്ഥാനത്തു നിന്നും രാജിവെക്കണമെന്നും അല്ലെങ്കിൽ അദ്ദേഹത്തെ മാറ്റി നിർത്താൻ CPM തയ്യാറാകണമെന്നും ഷോൺ ജോർജ് വ്യക്തമാക്കി. വീണയ്ക്ക് കിട്ടിയ പണമെല്ലാം പിണറായിക്ക് കിട്ടിയ കൈക്കൂലിയാണെന്നും ഈ നാടിനെ വിറ്റ പണമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. യാതൊരു സേവനവും നൽകാതെയാണ് ബിസിനസ് കമ്പനികൾ വീണയുടെ അക്കൗണ്ടിലേക്ക് പണം അയച്ചതെന്നും മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്ന പിതാവിനുള്ള പ്രതിഫലമായാണ് ഈ പണം കൈമാറിയതെന്നും ഷോൺ ജോർജ് ആരോപിച്ചു. വീണ തുടങ്ങിയ മുഴുവൻ സ്ഥാപനങ്ങളും പിണറായിയുടെ അഴിമതിക്ക് കുടപിടിക്കാനുള്ളതാണെന്നും ഇവിടെ നിന്നും ഗൾഫിലെത്തിച്ച പണം അവിടെ നിന്നും അമേരിക്കയിലേക്ക് കൈമാറ്റം ചെയ്തിട്ടുണ്ടെന്നും അതിനുള്ള തെളിവുകളുണ്ടെന്നും ഷോൺ ജോർജ് ആരോപിച്ചു. പിണറായി വിജയൻ സംസ്ഥാന വൈദ്യുതി മന്ത്രിയായിരുന്ന കാലം മുതൽ ആരംഭിച്ച അഴിമതിയുടെ തുടർച്ചയാണിതെന്നും ഈ അഴിമതി പണം വെളുപ്പിക്കാനാണ് വീണയുടെ കമ്പനികളെ മറയാക്കിയതെന്നും അദ്ദേഹം ആരോപിച്ചു. റെയ്ഡിൽ വന്ന ആളുകളൊക്കെ 10 വർഷത്തിനുള്ളിൽ സമ്പന്നന്മാരായവരാണ്. റെയ്ഡ് നടന്നത് വീണയുമായി പണമിടപാട് നടത്തിയെന്ന് ഉറപ്പുള്ളവരുടെ വീടുകളിൽ മാത്രമാണ്. യാതൊരു സേവനവുമില്ലാതെ വീണ കൈപ്പറ്റിയ മുഴുവൻ പണവും പിണറായി വിജയന് വേണ്ടിയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പിണറായി വിജയനും അദ്ദേഹത്തിന്റെ മകളും വിവിധ കമ്പനികളുമായി നടത്തിയിട്ടുള്ളതായി ആരോപിക്കപ്പെടുന്ന സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം ആവശ്യമാണ്. പിണറായി വിജയനുമായി ബന്ധപ്പെട്ട മുഴുവൻ ഇടപാടുകളും ഒരു അന്വേഷണത്തിന്റെ പരിധിയിൽ കൊണ്ടുവരണം. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം ശരിയായ ദിശയിൽ മുന്നോട്ട് പോകുന്നു എന്നതിൽ സന്തോഷം രേഖപ്പെടുത്തുന്നു. ഈ ഇടപാടുകളിൽ കൂടുതൽ രാഷ്ട്രീയ നേതാക്കൾക്ക് പങ്കുണ്ടോ എന്നതും അന്വേഷണത്തിന്റെ ഭാഗമായി പരിശോധിക്കണം. സമഗ്രമായ അന്വേഷണത്തിലൂടെ കൂടുതൽ സത്യങ്ങൾ കേരള ജനതയ്ക്ക് മുന്നിൽ പുറത്തുവരുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. പിണറായി വിജയനെ സംരക്ഷിക്കാൻ ഇനിയും ശ്രമിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകർ സ്വയം അപഹാസ്യരാകരുത്. വ്യക്തികളെയോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയോ സംരക്ഷിക്കുന്നതിന് പകരം ആരോപണങ്ങളിൽ സത്യാവസ്ഥ പുറത്തുവരാൻ അന്വേഷണ ഏജൻസികളെ അനുവദിക്കുകയാണ് വേണ്ടത്. മുൻ മന്ത്രി മുഹമ്മദ് റിയാസുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് കേന്ദ്രീകരിച്ച് വലിയൊരു ലോബി പ്രവർത്തിക്കുന്നുണ്ടെന്ന് ആരോപിച്ച ഷോൺ ജോർജ്, എന്നാൽ ഇപ്പോൾ നടക്കുന്നത് റിയാസിനെതിരായ റെയ്ഡല്ലെന്നും വീണ നടത്തിയ സാമ്പത്തിക ഇടപാടുകളിലാണ് അന്വേഷണമെന്നും വ്യക്തമാക്കി. അതേസമയം അന്വേഷണ ഏജൻസിയായ EDയുമായി താൻ ഒരു ഘട്ടത്തിലും നേരിട്ട് ബന്ധപ്പെട്ടിട്ടില്ല എന്നും മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളിലൂടെയാണ് അന്വേഷണ പുരോഗതി അറിയുന്നതെന്നും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി.